പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയമാണ് പോരാളിയും യുദ്ധമുറകളും. അപ്പോൾ നമ്മുടെ പോരാളിയുടെ ഏറ്റവും വലിയ ആയുധങ്ങളാണ് ചെരുപ്പ്, ചൂല്, വടി, അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചിരിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ അടുക്കളയിലോട്ട് പോയിട്ട് 1 hour later. 2 hours later. 2000 years later. ഒന്ന് നേരത്തെ തള്ളേ. കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. സിംഗിൾ നമുക്ക് കൈ എഴുതാം, പക്ഷെ അറിയാതെ തുപ്പിപ്പോയാലും. അമ്മ എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എങ്ങാനും അറിയാതെ ഒരു കറുത്ത ഡ്രസ്സ് എടുത്തോണ്ട് വീട്ടിലോട്ടാണ് വന്നത്. അമ്മയെ ഞാൻ വീണ്ടും ഒരു കറുത്ത ഷർട്ട് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പറയാണ്ട് നമുക്ക് വല്ല വയ്യാതെ വന്നാലും അമ്മയുടെ ഡിക്ഷണറിയിൽ അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് മുടിയും, വേറൊന്ന് ഫോണും. ഒരു ദിവസം പോയി 24 മണിക്കൂറേ ഉള്ളൂ. അമ്മയുടെ കണക്ക് പ്രകാരം ഞാൻ 24 മണിക്കൂർ കിടന്നുറങ്ങുകയും ചെയ്യും, 24 മണിക്കൂർ ഫോണും കളിക്കും. ഹൗ ഈസ് ദിസ് പോസിബിൾ ഗൈസ്? ഇതൊന്നും പോരാട്ടെ, യാത്ര എനിക്ക് വല്ല കോള് വന്നാൽ. ബന്ധുക്കളും എല്ലാം നമ്മുടെ ഫോൺ വിളിക്കും, അമ്മയ്ക്കാണ് സംസാരിക്കാൻ കൊടുത്താൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം സംശയം. നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. ഫോട്ടോ എല്ലാം കാണാൻ ഗാലറി തുറന്നെടുത്താൽ മുഴുവൻ ഫോട്ടോയും തോണ്ടി കാണുക. ഫോണിന്റെ ബ്രൈറ്റ്നസ് 100 കൊണ്ടിടുക. രാവിലെ 7 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ 6 മണിക്ക് വിളിച്ചിട്ട് 8 മണിയായെന്ന് പറയുക. പെപ്സിയോ കൊക്കോളയോ എല്ലാം കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് ഇല്ലാത്ത കുറ്റമൊക്കെ പറഞ്ഞിട്ട് അത് കുടിച്ച് തീർക്കുക. ഏതെങ്കിലും വീട്ടിൽ പോയാൽ ചെടിയുടെ മണ്ട അടിച്ചുകൊണ്ട് വരിക. അങ്ങനെ അലറച്ചില്ല കലാപരിപാടികളാണ് നമ്മുടെ പോരാളിയുടെ കയ്യിലുള്ളത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, പെൺകുട്ടികൾക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. കാരണം പല അമ്മമാരും പെൺകുട്ടികൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വെളിയിൽ പോകുമ്പോൾ വഴക്ക് പറയുന്നവരായിരിക്കും. പക്ഷേ ഈ വഴക്ക് പറയുന്ന അമ്മമാരെടുത്തേക്കും സാരി. എന്തായാലേ ഇത്രയൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ആദ്യം നമ്മൾ പറയുന്നത്, നമുക്ക് നെറ്റ് വല്ല റീചാർജ് ചെയ്യണമെങ്കിൽ തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വല്ല ടൂർ പോകണമെങ്കിൽ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നു കാണാ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അമ്മയൊട്ടും സഹായിക്കാറില്ലെന്ന്. പക്ഷെ ഞാൻ സഹായിക്കാറുണ്ട്. അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എല്ലാ ഫുഡും ഞാൻ തിന്ന് സഹായിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കാട്ടി നല്ല വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അമ്മേ മോ മേ മോ തള്ള ഒരു തവണ വിളിച്ചാൽ പിന്നെ മിണ്ടത്തില്ല. കഷ്ടം എന്ന് പറയണേ.